വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് വെൻ ലൈറ്റ് റിഫ്ലക്റ്റ് അല്ലെങ്കിൽ പ്രകാശം പ്രതിപതിക്കുമ്പോൾ അല്ലെങ്കിൽ വെൻ ലൈറ്റ് റിഫ്ലക്റ്റ്. നമ്മൾ ഇന്നലെ ഇതിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ആദ്യത്തെ ഒരു പകുതിയോളം ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം അത് എടുക്കാൻ പറ്റാത്തതോ ആൾക്കാർക്കാണെങ്കിൽ ഞാനതൊന്നും കൂടി ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ ആൻസറാണ്. ടെസ്റ്റ് അതിനകത്തിൽ പകുതി മുക്കാലും ഞാൻ വായിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ തന്നത്. ഇന്ന് നമുക്ക് രണ്ടും കൂടി പറ്റത്തില്ല, കാരണം ടെസ്റ്റ് വായിച്ച് ആൻസർ എഴുതുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാകും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റിൽ ഏകദേശം ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ഫുള്ളും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ. വൈ ഡിഡ് ഗ്രാൻഡ്മ ആസ്ക് ദ ഗേൾ ടു ക്ലോസ് ദ കർട്ടൻസ് വെൻ ലൈറ്റ് എൻറ്റേർഡ് ദ റൂം ത്രൂ ദ വിൻഡോ? ഇവിടെ ജനലിലൂടെ വെളിച്ചം ഉള്ളിലെത്തിയപ്പോൾ കർട്ടൻ നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. ജനലിലൂടെ വെളിച്ചം ഉള്ളിലെത്തിയപ്പോൾ ആ കർട്ടൻ അങ്ങ് നീക്കിയിടാൻ മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാണ്? കർട്ടൻ ഡസ് നോട്ട് അലോ ദ ലൈറ്റ് ടു പാസ് ത്രൂ. കർട്ടൻ പ്രകാശത്തെ കടത്തിവിടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നതാണ് ടെസ്റ്റിൽ. ഇനി അതിനകത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് പ്രകാശം കടത്തിവിടുന്ന കുറേ വസ്തുക്കളും കടത്തിവിടാത്ത വസ്തുക്കളും ഏതൊക്കെയാണ്? ടെസ്റ്റ് ചെയ്താൽ കുഞ്ഞുങ്ങളെ ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്തിൽ കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് എടുക്കാത്തത്. കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ല് ഗ്ലാസ്, ഇത് പറഞ്ഞത് അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കണം. അപ്പോൾ അതിനകത്തിൽ പ്രകാശത്തെ കടത്തി വിടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, കണ്ണട ചില്ല്, കണ്ണാടി, മാർബിള്, പോളിത്തീൻ കവർ, ഇതെല്ലാം പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ്. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിക്കേ. ഗ്ലാസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ, സ്ക്രാച്ച്ഡ് ഗ്ലാസ് ഷീറ്റ്, ബട്ടർ പേപ്പർ, വിൻഡോ ഗ്ലാസ്, പീസ് ഓഫ് റീഡിംഗ് ഗ്ലാസ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ മലയാളമാണ് കുഞ്ഞുങ്ങളെ, ഇത് ഇംഗ്ലീഷുമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കുക, മലയാളം മീഡിയക്കാർ മലയാളം എഴുതിയെടുക്കുക. അപ്പം നമ്മൾ ആദ്യമത്തെ ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, നിങ്ങൾ റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. എന്താണ്? കർട്ടൻ പ്രകാശത്തെ ഉള്ളിലോട്ട് കടത്തിവിടുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതായത് പിന്നെ നമ്മൾ പഠിച്ചത് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളും പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളും. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ചോദ്യം കേട്ടോ നിങ്ങളെ. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ഏതൊക്കെയാണ് ട്രാൻസ്മിറ്റ് ലൈറ്റ് എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ പ്രകാശം കടത്തിവിടാത്ത. അപ്പോൾ ഏതൊക്കെയായിരിക്കും? പ്രകാശം കടത്തിവിടുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ കടത്തിവിടാത്ത ഏതൊക്കെയാണ്? ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ഏതൊക്കെ? മരക്കട്ട, അത് ആ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ് കേട്ടോ. മരക്കട്ട, നാണയം, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, ഇതൊന്നും എന്താണ്? പ്രകാശത്തെ കടത്തിവിടുന്നില്ല എന്നതാണ്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പഠിച്ചില്ല. പ്രകാശത്തെ കടത്തിവിടുന്നതും കടത്തിവിടാത്തതും ഏതൊക്കെയാണെന്നുള്ള ഒരു പേര് അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും വേണ്ട. അതിൻ്റെയൊക്കെ പേര് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിലും മലയാളക്കാർ മലയാളത്തിലും പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം. ഹൗ മെനി ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആർ ദെയർ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്? പ്രകാശം കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് എത്ര തരം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് ഓരോന്നും പ്രധാനപ്പെട്ടതിലോട്ട് പോകാം. പ്രകാശം കടത്തിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര തരം വസ്തുക്കൾ ഉണ്ട്? ഹൗ മെനി ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആർ ദെയർ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിഷൻസ് ഓഫ് ലൈറ്റ്? ഒന്ന്, ട്രാൻസ്പേരൻ്റ് ഒബ്ജക്റ്റ്, ഒപ്പാക്ക് ഒബ്ജക്റ്റ്, ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റ്. പേര് മറന്നുപോലെ നിങ്ങളെ. ട്രാൻസ്പേരൻ്റ് എന്ന് വെച്ചാൽ സുതാര്യമായത്, നമുക്ക് അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റുന്നതിനെയാണ് ഞങ്ങൾ എന്ത് പറയുന്നത്? ട്രാൻസ്പേരൻ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്പാക്ക് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? നമുക്ക് അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഭിത്തി അല്ലെങ്കിൽ നമ്മുടെ ഡോറ് അല്ലേ, അതൊക്കെ എന്താണ്? അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. തുറന്നാൽ നമുക്ക് കാണാം, പക്ഷെ അടച്ചാൽ കാണാൻ പറ്റത്തില്ല അല്ലേ. അത് ട്രാൻസ്ലൂസൻ്റ് എന്ന് വെച്ചാൽ അർത്ഥധാര്യം, കുറച്ച് മാത്രം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? പ്രകാശത്തെ കടത്തിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര തരം വസ്തുക്കളുണ്ട്? ഹൗ മെനി ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആർ ദെയർ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ്? ഏതൊക്കെയാണ് അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ഈ ട്രാൻസ്പേരൻ്റ് ഒബ്ജക്റ്റ്? നമ്മൾ പറഞ്ഞു 3 വിധം ഉണ്ടെന്ന് അല്ലേ. ട്രാൻസ്പേരൻ്റ് ഒബ്ജക്റ്റിൻ്റെ മലയാളമാണ് സുതാര്യ വസ്തുക്കൾ. എന്താണ് ഈ സുതാര്യ വസ്തുക്കൾ? ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കാൾഡ് ട്രാൻസ്പേരൻ്റ് ഒബ്ജക്റ്റ്. എന്താ പറഞ്ഞാൽ ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കാൾഡ് ട്രാൻസ്പേരൻ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ്. നമ്മൾ കണ്ണിൽ വെക്കുന്ന കണ്ണാടിയില്ലേ, കണ്ണാടി വെക്കുന്ന എന്തിനാ? അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ കണ്ണാടി വെക്കുന്നത് അല്ലേ. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ് ഏതാ? നമ്മുടെ മുഖത്ത് വെക്കുന്ന കണ്ണാടി.
പിന്നെ ശുദ്ധമായ വെള്ളം, പ്യുവർ വാട്ടർ അല്ലേ, ശുദ്ധമായ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് നല്ലതുപോലെ കാണാൻ പറ്റും. എയർ, വായുവിലൂടെ നമുക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ മനസ്സിലായോ നിങ്ങളെ? ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യ വസ്തുക്കൾ. സുതാര്യ വസ്തുക്കളുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റും, അത്രയും ഓർത്താൽ മതി. നമ്മളെല്ലാം ക്ലൂ വെച്ചാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ, ഗ്ലാസ്, ഷീറ്റും ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിലും മലയാളംകാർ മലയാളത്തിലും ഉണ്ട്. അപ്പോൾ ട്രാൻസ്പെയറൻ്റ് അതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താ? ഒപ്പാക്ക് ഒബ്ജക്റ്റ്. എന്താ? നമുക്ക് ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ കാൾഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. നമുക്ക് അപ്പുറം ഉള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റാത്തതിനെയാണ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഏതൊക്കെയാണ്? തടി, വുഡ് അല്ലേ, പേപ്പർ, പിന്നെ കളേർഡ് ക്ലോത്ത്. അതായത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. അതാണ് പ്രകാശത്തെ അപ്പുറത്തോട്ട് കടത്തിവിടാത്ത, ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, തടി കഷ്ണം, പേപ്പർ, അതുപോലെ കളർ തുണി, നിറമുള്ള തുണിയിൽ കൂടെ നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. എന്താണ്? ട്രാൻസ്പെയറൻറ്റും പഠിച്ചു, ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ഡിഫറൻസ് ചോദിക്കാം. ഇത് തങ്ങളുടെ ട്രാൻസ്പെയറൻറ്റും ഒപ്പാക്കും തങ്ങളുടെ ഡിഫറൻസ് ചോദിക്കാം. എന്ത് ചോദിച്ചാലും ഒരെണ്ണം പഠിക്കാമെങ്കിൽ അതിൻ്റെ നേരെ എന്താ? പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ ആർ കാൾഡ് ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ്. എന്നാൽ ഒബ്ജക്റ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ കാൾഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് എടുക്കാതെ തന്നെ നമുക്ക് പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് ആ കർട്ടൻ നീക്കിയിടുന്നതിനെ കുറിച്ചാണ്. രണ്ടാമത് പഠിച്ചത് പ്രകാശത്തെ കടത്തിവിടും. നമ്മൾ ടെസ്റ്റ് എടുത്തില്ല, ടെസ്റ്റ് കണ്ട് വായിച്ചില്ല എന്നുള്ള പരാതി വേണ്ട കുഞ്ഞുങ്ങളെ. ടെസ്റ്റിലെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ ടെസ്റ്റ് ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നില്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ. ആ ടെസ്റ്റിലെ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. പ്രകാശത്തെ കടത്തിവിടുന്നതും കടത്തിവിടാത്തതും ഏതൊക്കെയായിരുന്നു? രണ്ടാമത്തെ. മൂന്നാമത്തത് പ്രകാശത്തെ ഇങ്ങനെ കടത്തിവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെ? ട്രാൻസ്പെയറൻറ്റ്, ഒപ്പാക്ക്, ഒരെണ്ണോടുണ്ട് ട്രാൻസ്ലൂസൻറ്റ്. അപ്പം സുതാര്യ വസ്തു എന്നാണ് മലയാളം. സുതാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാര്യം, സുതാര്യം, അതാര്യം. അതാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒന്നിനെയും പ്രകാശത്തിനെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, അതിൻ്റെ തന്നെ മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ഏതാ കുഞ്ഞുങ്ങളെ? ട്രാൻസ്ലൂസൻറ്റ് അല്ലേ. എന്താ? അർദ്ധധാര്യം. അത് കേൾക്കുമ്പോഴേ അറിയാം. അർദ്ധധാര്യം എന്ന് വെച്ചാൽ പകുതി അല്ലേ, കുറച്ച് മാത്രം. അതായത് എന്താണ് ഈ അർദ്ധധാര്യ വസ്തുക്കൾ? ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി. ആ വാക്ക് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. പാർഷ്യലി എന്ന് വെച്ചാൽ എന്താ? കുറച്ച് മാത്രം നമുക്ക് അല്ലേ, ഭാഗികമായിട്ടെന്നാണ് അതിൻ്റെ കറക്റ്റ് മലയാളം. ഭാഗികം എന്നാണ് പാർഷ്യലി. ആർ കാൾഡ് ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി ആർ കാൾഡ്. അതായത് പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യം. മലയാളം ഇംഗ്ലീഷ് മനസ്സിലായോ? നമുക്ക് ആദ്യമേ നല്ലതുപോലെ പ്രകാശത്തെ കടത്തിവിടുന്നതിനെ ട്രാൻസ്പെയറൻറ്റ്, തിരിഞ്ഞു പോകൽ, ഒട്ടും കടത്തിവിടാത്തത് ഒപ്പാക്ക്, കുറച്ചു മാത്രം ഭാഗികമായിട്ട് പാർഷ്യലി കടത്തിവിടുന്നതാണ് ട്രാൻസ്ലൂസൻറ്റ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും. അതെ. ക്യാൻ യു ചേഞ്ച് എ ട്രാൻസ്പെയറൻറ്റ് ഗ്ലാസ് ഷീറ്റ് ഇൻ ടു ട്രാൻസ്പെയറൻറ്റ് ഓർ ഒപ്പാക്ക്? വണ്ണ്. ക്യാൻ യു ചേഞ്ച് എ ട്രാൻസ്പെയറൻറ്റ് ഗ്ലാസ് ഷീറ്റ് ഇൻ ടു എ ട്രാൻസ്പെയറൻറ്റ് ഓർ ഒപ്പാക്ക്? എന്ന് വെച്ചാൽ സുതാര്യമായ ഒരു ഷീറ്റ് അർദ്ധധാര്യമോ അധാര്യമോ ആക്കാൻ, സുതാര്യമായൊരു ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ്, അതിനെ നമുക്ക് എങ്ങനെ അർദ്ധധാര്യവും അധാര്യവുമാക്കാൻ, അത് നിങ്ങളുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. എന്താ? അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ അധാര്യമാക്കാൻ, അധാര്യം എന്ന് വെച്ചാൽ കാണാതെ അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിനകത്തിൽ ഒരു എന്തെങ്കിലും നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുക, ഒരു ചായ ഒഴിച്ചു വെച്ചിരിക്കുക. അത് ചായ ആണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലായി? ആ ഗ്ലാസിൻ്റെ പുറത്തുകൂടി നോക്കിയപ്പോഴല്ലേ നമ്മൾ മനസ്സിലായത്. എന്നാൽ ആ ഗ്ലാസ് ഫുള്ള് കവർ ചെയ്തിരിക്കുക. എങ്ങനെ? പെയിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ പേപ്പർ ഒട്ടിച്ചോ വല്ലോ ആണെങ്കിൽ നമുക്കതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത്? പെയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ പേപ്പർ ഒട്ടിക്കാം. ടു മേക്ക് ഇൻ ഒപ്പാക്ക് പെയിൻറ്റ് ഇറ്റ് ബ്ലാക്ക്. ഒന്നുകിൽ ബ്ലാക്ക് കളർ ഒട്ടിക്കാം അല്ലേ. പിന്നോ പെയിൻറ്റിന് പ്ലെയിൻ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പെയിൻ്റ് ആവും. പെയിൻറ്റ് ഇറ്റ് ബ്ലാക്ക് ആൻഡ് പിന്നെ പേപ്പർ ഒട്ടിക്കാം, സ്റ്റിക്ക് പേപ്പേഴ്സ്. ഓക്കെ ആണോ നിങ്ങൾ? എന്താ വെച്ചാൽ അധാര്യമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷാണേ, ഇത് മലയാളം. എന്നാൽ അർദ്ധധാര്യം എന്ന് വെച്ചാൽ എന്താ? കുറച്ചൊക്കെ നമുക്ക് കാണാം. എന്തുവാ സംഭവം എന്ന് കുറേയൊക്കെ നമുക്ക് കാണാം എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ ബൈ സൂട്ടിങ് ചെയ്യാം, ബൈ ഓയിലിംഗ് ചെയ്യാം, ബൈ പെയിൻറ്റിങ് മിഡ്ലി എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് പെയിൻറ്റ് അടിക്കത്തില്ലേ, എന്ന് വെച്ചാൽ കരി പിടിപ്പിക്കാം. അതിനകത്ത് എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വിളക്കിൻ്റെ മണ്ടയിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കരി പറ്റിക്കുന്നതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? അതുപോലെ തന്നെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം ഉള്ളതിനെ ഇപ്പുറത്ത് ഏകദേശം മാത്രമേ, പാർഷ്യലി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും പഠിക്കണേ. ഇതുവരെ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ?
ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതാ, പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്നുകൂടെ കാണട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ. അടുത്ത നോക്കില്ല, ട്രാൻസ്പെറൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെയിലി ലൈഫ്. ട്രാൻസ്പെറൻസി ആൻഡ് ഒപ്പാസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെയിലി ലൈഫ്. നിങ്ങൾ ടെസ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് കുഞ്ഞുങ്ങളെ ഇത് കാണാൻ കേട്ടോ. ടെസ്റ്റിനകത്തിൽ കിടക്കുന്നതാണ് ഇത്. അപ്പം നിങ്ങൾ ഓരോ പേജും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. വസ്തുക്കളുടെ സുതാര്യതയും അതാര്യതയും നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സിറ്റുവേഷൻ ഇൻ വിച്ച് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്. ട്രാൻസ്പെറൻറ്റ് ആണേ, തിരിഞ്ഞു പോകല്. എന്താ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ് എന്ന് വെച്ചാൽ സുതാര്യ വസ്തുക്കളുടെ ഉപയോഗം എന്തൊക്കെയാ? ഇൻ സ്പെക്ടാക്കിൾസ്, നമ്മുടെ കണ്ണാടികൾ, അപ്പുറമുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ നമുക്ക് എന്താ കണ്ണാടി വേണം അല്ലേ? കണ്ണാടികളിൽ, വാഹനങ്ങളുടെ മോട്ടോർ വെഹിക്കിൾ, വാഹനങ്ങളുടെ ഗ്ലാസുകൾ, ഇതെല്ലാം എന്താണ്? സിറ്റുവേഷൻ വിച്ച് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആർ യൂസ്ഡ്. ഡെയിലി ലൈഫിലെ കാര്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ട്രാൻസ്പെറൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഭാഗികമായിട്ട് നമുക്ക് കാണുന്നത് എന്താണ്? ഓയിൽഡ് പേപ്പർ, ബട്ടർ പേപ്പർ എന്നിവയാണ്. ഓയിൽഡ് പേപ്പർ, ബട്ടർ പേപ്പർ, അർദ്ധധാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്നാണ്. അത് ബട്ടർ പേപ്പർ, ഓയിൽ പേപ്പർ, മുമ്പേ നമ്മൾ പറഞ്ഞതാണ്. സിറ്റുവേഷൻ വിച്ച് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാത്തത്, അതാര്യം, ഒപ്പാക്കാണ്. തിരിഞ്ഞു പോകല് ഞാൻ ഈ പറഞ്ഞ ഓരോന്നും. ഒന്നാമത്തെ ട്രാൻസ്പെറൻറ്റ്, 2 ട്രാൻസ്ലൂസെൻറ്റ്, 3 ഒപ്പാക്ക് ഒബ്ജക്റ്റ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. സിറ്റുവേഷൻ വിച്ച് ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നത്? അതാര്യം എന്ന് വെച്ചാൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. കർട്ടണുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? വാതിലുകളും ജനലുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒക്കെ സാധാരണ ഡെയിലി ലൈഫിൽ ഉള്ള കാര്യങ്ങളുടെ പേരാണ് എഴുതിയേക്കുന്നത്. ഓക്കെ ആണോ? അത്രയും എഴുതിയെടുക്കണേ. അടുത്ത റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠത്തിലെ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എടുത്തു പറയുന്നത്. എന്താ പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്നാൽ എന്താണ്? പ്രകാശത്തിൻ്റെ പ്രതിപതനം അല്ലേ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദി റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് when it strikes on an object. Reflection of light refers to the returning of light. Return light when it strikes on an object. എന്ന് വെച്ചാൽ പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. എന്തായാലും ഒരു പ്രകാശം ഏതെങ്കിലും ഒരു വസ്തുക്കളിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇത് നമ്മൾ എൻ്റെ ഒരു 4ാം ക്ലാസ് മുതലേ പഠിക്കുന്ന റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താ ഞങ്ങളെ പ്രകാശം ഏതെങ്കിലും ഒരു വസ്തുക്കളിൽ തട്ടിയിട്ട് അത് തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് പഠിച്ചത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത് റെഗുലർ റിഫ്ലക്ഷൻ ഉണ്ട്, ഇറഗുലർ റിഫ്ലക്ഷൻ ഉണ്ട്. എന്താ പറഞ്ഞാൽ റെഗുലർ റിഫ്ലക്ഷൻ ഉണ്ട്, ഇറഗുലർ റിഫ്ലക്ഷൻ ഉണ്ട്. എന്താണ് ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ക്രമപ്രതിപതനവും എന്താണ് വിസരിത പ്രതിപതനവും. ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. റെഗുലറാണ്. റെഗുലർ ലൈറ്റ് ഫാളിങ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി. This is regular reflection. Mirror give a regular reflection. അപ്പോൾ ആ സെൻറ്റൻസ് നല്ലപോലെ നോക്കണമെങ്കിൽ ലൈറ്റ് ഫാളിങ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻസ്. മിറേഴ്സ് ഗിവ് എ റെഗുലർ റിഫ്ലക്ഷൻ. എന്ന് വെച്ചാൽ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. അത് ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലേ. മിനുസമുള്ള പ്രതലത്തിൽ സ്മൂത്ത് സർഫസിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായിട്ടാണ് പ്രതിപദിക്കുന്നത്. ഇതാണ് ക്രമപ്രതിപതനം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇറഗുലർ റിഫ്ലക്ഷൻ. ഇനി ഇറഗുലർ റിഫ്ലക്ഷൻ്റെ വേറൊരു പേരാവും ഞങ്ങളെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ കേട്ടോ. അത് തിരിഞ്ഞു പോകല്ലേ. ഇറഗുലർ റിഫ്ലക്ഷൻ്റെ വേറൊരു പേരെന്താണ്? ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. എന്താണ്? വിസരിത പ്രതിപതനം. വിസരിത പ്രതിപതനം. When light falls on a rough surface, it gets scattered in different directions. This is irregular reflections or diffused reflections. When light falls on a rough surface, മറ്റേത് റെഗുലർ ആയപ്പോൾ സ്മൂത്ത് സർഫസിലാണ്. എന്താണ്? റെഗുലർ റിഫ്ലക്ഷനിൽ സ്മൂത്ത് സർഫസും ഇറഗുലറിലാണെങ്കിൽ റഫ് സർഫസിലുമാണ്. It gets scattered in different directions. This is irregular reflections or diffused reflection. എന്ന് വെച്ചാൽ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ
പല ദിശകളിലേക്കും അത് ചിതറിപ്പോകുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. അതായത് നോക്കിയേ, നമ്മൾ ഇതൊരു ഒരു കണ്ണാടിയുടെ മിററാണ്. നമ്മൾ ഇത് കണ്ണാടിയുടെ ഇവിടെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടലോ ചീറ്റലോ ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പ്രകാശം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രകാശം ഇങ്ങോട്ട് അടിക്കുവാണെങ്കിൽ ഇതിനെന്താ റഫ് സർഫസ് ആണെങ്കിൽ അത് കുറച്ച് ഇങ്ങോട്ടും എങ്ങോട്ടേലും ഒക്കെ ആയിരിക്കും പോകുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്മൂത്ത് സർഫസ് ആണെങ്കിലോ, സ്മൂത്ത് ആണെങ്കിൽ ഇതാണെങ്കിൽ എത്ര ചരിച്ചാണോ നമ്മൾ ഇടുന്നത് അത്രയും തന്നെ, എവിടെ നിന്നാണോ ഇടുന്നത് അത്രയും തന്നെ ഇതിൽ തന്നെ പോകുമെന്നാണ് അർത്ഥം. മനസ്സിലായോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? അത് ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അടുത്ത ദർപ്പണത്തിൽ പതിച്ച പ്രകാശരശ്മിയുടെ രേഖാചിത്രം. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ പഠിക്കണം, എല്ലാം നല്ലതുപോലെ പഠിക്കണം. ഇപ്പം ഞാൻ വരച്ച് കാണിച്ചത് ഇതാവും ഞങ്ങളെ. അതായത് നമ്മൾ മുഖം നോക്കുന്ന ഈ ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടിയാണ്. കണ്ണാടി എന്നല്ല അവർ പറയുന്നത്, ദർപ്പണം എന്നാണ്. അപ്പം നമ്മൾ സ്മൂത്ത് സർഫസിലാണ് ഈ പ്രകാശം അടിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണോ കൊടുക്കുന്ന നോക്കിയേ അതേ ലെവലിൽ തന്നെ ആയിരിക്കും അത് പോകുന്നത്. ഇപ്പോൾ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? എന്നാൽ റഫ് സർഫസ് ആണെങ്കിൽ നോക്കിയേ, ആ പ്രതലം നോക്കിയേ, അവിടെ റഫ് സർഫസ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് അടിച്ച് കൊടുക്കുന്ന പ്രകാശം നോക്കിക്കേ, അത് പോകുന്ന നോക്കി സ്കാറ്ററിങ് ആയിരിക്കും, എന്ന് വെച്ചാൽ ചിതറിക്കൊണ്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? അതെ, അതാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതായത് പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം അല്ലേ? ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്. അതാണ് കൂടുതൽ എഴുതിയതായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. നോക്കിയോ നിങ്ങളെ, നമ്മൾ നമ്മളിപ്പോൾ ഒരു ടോർച്ച് വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ണാടിയിലോട്ട് അടിക്കുവാണെങ്കിൽ അത് ഇൻസിഡൻറ്റ് റേ ആണ്. മനസ്സിലായോ? ആരോ മാർക്ക് കണ്ടോ? ഇൻസിഡൻറ്റ് റേ ആണ്. അത് വന്ന് മിററിൽ തട്ടിയിട്ട് പോകുന്നതിനെ നമ്മൾ റിഫ്ലക്റ്റർ റേ എന്ന് പറയുന്നു. അടിച്ചിങ്ങോട്ട് ടോർച്ച് വെച്ച് അടിച്ചു കൊടുക്കുന്നത് ഇൻസിഡൻറ്റ് റേയും അത് വന്ന് മിററിൽ തട്ടിയിട്ട് പോകുന്നത് റിഫ്ലക്റ്റർ റേയുമാണ്. ഇനി അതിനകത്ത് വരുന്ന കണ്ടോ ആംഗിളുകൾ അല്ലെങ്കിൽ കോണ് എപ്പോഴും ഇത് ഈ നടുക്കൂടെ ഒരു വര പോയിക്കുന്നുണ്ടോ, പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ, നോർമൽ അല്ലെങ്കിൽ ലംബം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിൽ വരുന്നതിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ പതന കോണുകൾ എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ, ഈ നോർമൽ ലൈനും ഇൻസിഡൻറ്റ് റേയുടെയും ഇടയ്ക്ക് തണ്ടി വരുന്ന സ്ഥലത്തിന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ പതന കോണുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോർമലിനും ഈ റിഫ്ലക്ടർ റേക്കും ഇടയിൽ വരുന്നതിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കോണുകൾ എന്നാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസിഡൻറ്റ് റേ ഇതാണ്, ഇത് തിരിഞ്ഞു പോലെ ഇതിൽ വന്ന് തട്ടിയിട്ട് പോകുന്നതാണ് റിഫ്ലക്ടർ റേ ആണല്ലോ. ഇനി നടുക്കൂടി വരയ്ക്കുന്ന ലൈനെ നോർമൽ അല്ലെങ്കിൽ ലംബം എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ വരുന്ന ഇത് എത്ര ആണോ അത് തന്നെയായിരിക്കും ഇവിടെ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഇവിടെ 90 ആണെങ്കിൽ ഇവിടെയും 90, അതുപോലെ ആയിരിക്കും ഇതും. ഇതിപ്പോൾ നമ്മൾ 70 ഡിഗ്രി ചരിച്ചാണ് ഞാനിത് വരയ്ക്കുന്നതെങ്കിൽ ഇത് വന്ന് ഈ പ്രതലത്തിൽ ഈ മിററിൽ തട്ടിയിട്ട് പോകുന്നതും ആ 70 ആയിരിക്കും. എത്ര ആണോ നമ്മൾ ഇങ്ങോട്ട് ഇടുന്നത് അത് തന്നെ ആയിരിക്കും അങ്ങോട്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം സ്മൂത്ത് പ്രതലമല്ലേ അതുകൊണ്ട്. ഇനി നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് ഈ ഇൻസിഡൻറ്റ് റേ, എന്താണ് റിഫ്ലക്ടർ റേ എന്നൊക്കെ നമ്മൾ പഠിച്ചു എന്താണ്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊന്നറിയണ്ടേ? അതായത് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ. എന്താ നിങ്ങളെ, ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ്. പടം കാണിച്ച് പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സമതല ദർപ്പണമാണ് അല്ലേ? ഇതിൽ നിന്നും പതനരശ്മി അല്ലെങ്കിൽ എന്താ അതിൻ്റെ പേര് ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേ വന്ന് ഇവിടെ മുട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു അല്ലേ? അതാണ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി. ആ ദർപ്പണത്തിൽ പതിക്കുന്ന, അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പതിക്കുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്, പതനരശ്മി എന്ന് പറയുന്നത്. റേ ഓഫ് ലൈറ്റ് ഫാളിങ് ഓൺ ദ മിറർ ഈസ് ദ ഇൻസിഡൻറ്റ് റേ. ഓക്കെ ആണോ? ദ റേ ഓഫ് ദ ഫാളിങ് ഓൺ ദ മിറർ ഈസ് ദ ഇൻസിഡൻറ്റ് റേ. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് പതന ബിന്ദു. അതായത് പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു. ഇവിടെ വന്ന് മുട്ടത്തില്ലേ, ഇവിടെ നിന്ന് നമ്മൾ പ്രകാശം അടിച്ചിട്ട് ഇവിടെ വന്ന് ഈ കുത്തിൽ വന്ന് ആവത്തില്ലേ, അതാണ് പതനരശ്മി എന്ത് ചെയ്യുന്നു, ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ്. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻസിഡൻറ്റ് റേ
ഫാൾ ഓൺ ദ മിറർ ഈസ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ്. ഇത് എഴുതിയെടുക്കണേ. നമ്മൾ പടം ഉൾപ്പെടെ പറഞ്ഞതാണ്. നോർമൽ അല്ലെങ്കിൽ ലംബം എന്ന് വെച്ചാൽ ഈ പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ്. അതിൻ്റെ നടുക്കൂടെ പോകുന്നതാണ് ഈ വരയ്ക്കാണ് ലംബം. ഓക്കെ ആണോ? The lines drawn perpendicular to the mirror at the point of incident is the normal. അടുത്ത റിഫ്ലക്റ്റർ റേ, പ്രതിപതന ബിന്ദു. എന്താ? പ്രകാശം പതന ബിന്ദുവിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്ന രശ്മിയാണ് പതനരശ്മി. ദ ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ ഇൻ ദ റിഫ്ലക്റ്റർ റേ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പടം ഒറ്റവട്ടം നോക്കിയാൽ മതി കുഞ്ഞുങ്ങളെ. ഇതെന്താണ്? ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, അതായത് പതനരശ്മി. ഇത് വന്ന് ഇവിടെ കൂട്ടിമുട്ടുന്നതിനെ എന്താ പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് അല്ലേ. ഇനി ഇവിടെ തട്ടിയിട്ട് പോകുന്നത് റിഫ്ലക്റ്റർ റേ, അത്രയേ ഉള്ളൂ. അതിൻ്റെ നടുക്കൂടെ പോകുന്ന ലംബം അല്ലേ, ലംബം അല്ലെങ്കിൽ നോർമൽ. അപ്പോൾ ഇത് പടം നല്ലപോലെ മനസ്സിലാക്കണേ മലയാളംകാരെ. ഇംഗ്ലീഷുകാരെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, നോക്കണേ അത് ബാക്കി. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു പതന കോണും പ്രതിപതന കോണും അല്ലേ. എന്താ അതെന്ന് വെച്ചാൽ അതിനിടയിൽ വരുന്ന അല്ലേ, ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഈ കോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇതിന് പതനരശ്മിക്കും പ്രതിപതന രശ്മി, മലയാളം അറിയാമല്ലോ. ഇൻസിഡൻറ്റിൻ്റെയും റിഫ്ലക്റ്റിൻ്റെയും ഇടയിൽ വരുന്ന കോണുകൾ, ആ കോണുകൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, പതന കോണും പ്രതിപതന കോണുകളും. ദ ആംഗിൾ ഓഫ് ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റർ റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. പ്രതിപതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ. അത് ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായിരുന്നു കുഞ്ഞുങ്ങളെ. അതായത് പതനരശ്മിക്കും ലംബത്തിനും ഇടയിൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിൽ വരുന്ന പതനകോണ്, ലംബത്തിനും പ്രതിപതനത്തിനും ഇടയിൽ വരുന്നത് പ്രതിപതന കോണ്. എളുപ്പമല്ലേ? ആണല്ലോ. ഇംഗ്ലീഷുകാരെ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എനിക്ക് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് കിട്ടാഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷിലെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? പ്രതിപതന നിയമം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ മീൻസ് പ്രതിപതന നിയമം. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ആർ ഈക്വൽ. ആണല്ലോ. ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റർ റേ ആൻഡ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ ആയിരിക്കും. ശരിയാ? പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് 70 ഡിഗ്രി ആണെങ്കിൽ അത് പോകുന്നത് 70 ഡിഗ്രി തന്നെ ആയിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിൽ തന്നെ ആയിരിക്കുമെന്ന് അതിനി പറയണോ കുഞ്ഞുങ്ങളെ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ 70 ഡിഗ്രി ആണെങ്കിൽ ഇതും 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്നതോ എത്രയായിരിക്കും? ഇവിടെ ഇപ്പോൾ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. അതുപോലെ ഒരുപോലെ ആയിരിക്കുമെന്നേ ഉള്ളൂ. പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. പതനരശ്മിയും പ്രതിപതനരശ്മിയും അതിലെ ബിന്ദുവിലേക്കുള്ള ലംബവും ഒക്കെ ഒരേ തലത്തിലായിരിക്കുമെന്ന് മലയാളം മീഡിയക്കാർ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ ലോ അങ്ങ് പഠിക്കണേ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും ലോസ് ഓഫ് റിഫ്ലക്ഷനും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ, നാം ഒരു വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണെന്ന്. ഹൗ ഡു വി സീ തിങ്സ്? നമ്മളെല്ലാം ഓരോന്നിനെയും ഇപ്പോഴും നമ്മൾ ഫോണിൽ നോക്കുന്നു, ബുക്കിൽ നോക്കുന്നു, ഈ ലിങ്കിൽ നോക്കിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നത്? നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെ? വി സീൻ ആൻ ഒബ്ജക്റ്റ് വെൻ ലൈറ്റ് കമ്മിങ് ഫ്രം എനി സോഴ്സസ് ഓഫ് ലൈറ്റ് ഫാളിങ് on that object gets reflected and reaches our eyes. But we see a sources of light when the light from it reaches our eyes directly. എന്താ ഞങ്ങളെ? We seen an object when light coming from any sources of light falling on that object get reflected and reaches our eyes. വല്ല മനസ്സിലായോ നിങ്ങളെ? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന്, ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം എന്ന് വെച്ചാൽ ഒരു ടോർച്ചോ വല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പ്രകാശം ആ വസ്തുക്കളിൽ തട്ടി അത് അവിടെ നിന്നും പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. ഇപ്പോൾ പിടികിട്ടോ ഞങ്ങളെ? നമ്മൾ ഏതെങ്കിലും, അതിൻ്റെ ഇംഗ്ലീഷാണ് ഞാനിപ്പോൾ വായിച്ചത്, ഇംഗ്ലീഷ് മീഡിയക്കാരത് പഠിക്കണേ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രകാശം, സൂര്യപ്രകാശമോ അല്ലെങ്കിൽ നമ്മൾ ബൾബിടുന്ന പ്രകാശമോ എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് വരുന്ന ആ പ്രകാശം വസ്തുക്കളിൽ തട്ടിയിട്ട്, നമ്മൾ ഏത് വസ്തുവിനെയാണോ നോക്കുന്നത് ആ വസ്തുക്കളിൽ ചെന്നത് തട്ടും അല്ലേ? എന്നിട്ട് അത് അവിടെ നിന്നും പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ഒരു വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്.
പ്രകാശ സ്രോതസ്സുകളെ നമ്മൾ കാണുന്നതോ അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ടാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നതെന്ന്. ഇപ്പം പിടികിട്ടിയോ? നിങ്ങൾ ആ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണേ. നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താ നിങ്ങളെ നാം ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെ? 3 മാർഗമായിരിക്കും കേട്ടോ. നിസ്സാരമായിട്ട് കരുതരുത്. ഈ 3 വരി എഴുതി വെക്കുന്നതിന് 3 മാർഗമാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. എഴുതിയെടുക്കണേ. അടുത്ത നമ്മളിനി മിററിലോട്ട് പോവാം. ഇന്നലെ ഏകദേശം ഞാൻ ഇത് ഇത്രയും പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ ഈ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇത്രയും ഒന്നുകൂടെ പറഞ്ഞത് കേട്ടോ. നോക്കൂ ഞങ്ങളെ, അടുത്ത നമ്മൾ മിററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ മിററിന് പേരുണ്ടെങ്കിലും എന്താണെന്നറിയോ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും സത്യത്തിൽ പഠിക്കാനില്ല. വളരെ കുറച്ച് മാത്രം കാര്യങ്ങളേ ഉള്ളൂ. മിററിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. വൈ ക്യാൻഡ് വി സീ അവർ ഓൺ ഫേസ്? അതായത് നമ്മുടെ സ്വന്തം മുഖം നമുക്ക് കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും നമ്മുടെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ണാടിയിൽ പോയി നോക്കണം അല്ലേ, അല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങളെ? അതായത് കാണ്ട് വി സീ അവർ ഓൺ ഫേസ്, സ്വന്തം മുഖം നമുക്ക് കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിക്കാം. വി സീ ഓബ്ജക്റ്റ് വെൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ചസ് അവർ ഐസ്, ദ ലൈറ്റ് ഫാളിങ് ഓൺ അവർ ഫേസ് ഡസ് നോട്ട് റിഫ്ലക്റ്റ് അവർ ഐസ്. പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നാം ഒരു വസ്തുക്കളെ കാണുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചു, പ്രകാശം പതിച്ചിട്ട് അത് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നാം ഒരു വസ്തുക്കളെ കാണുന്നത്. പക്ഷേ നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തുന്നുണ്ടോ? നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തുന്നില്ല. അതിനാലാണ് നമ്മുടെ സ്വന്തം മുഖം നമുക്ക് കാണാൻ കഴിയാത്തത് കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് ഈ ഒരൊറ്റ വരിയുള്ളൂ നിങ്ങളെ. വി സി ഒബ്ജക്റ്റ് വെൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ചസ് അവർ ഐസ്, ദ ലൈറ്റ് ഫാളിങ് ഓൺ അവർ ഫേസ് ഡസ് നോട്ട് റിഫ്ലക്റ്റ് അവർ ഐസ്. ഈ 2 വരിയുള്ളൂ. പക്ഷെ മലയാളക്കാർക്ക് എന്താ, മലയാളം അതിൻ്റെ അർത്ഥം നിങ്ങൾ നമുക്ക് എന്താണ് കാണാൻ കഴിയാത്തതെന്ന് മനസ്സിലാവുന്നുണ്ടോ? വാട്ട് ഈസ് ദ ഡിവൈസ് വി യൂസ് ടു സീ അവർ ഫേസ്? മുഖം കാണാൻ വേണ്ടി നാം എന്താ ഡിവൈസാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്താ ഉപയോഗിക്കുന്നത്? കണ്ണാടി. അല്ലാതെ എങ്ങനെ നമ്മൾ കാണുന്നത്? നമ്മൾ പറയും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ നമ്മുടെ കണ്ണാടിയാന്നൊക്കെ പറയും ഇല്ലയോ? എവിടെ അവസരം വരുമ്പോൾ എല്ലാവരും കാര്യം മാറും ഇല്ലയോ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ബെസ്റ്റി ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ നിങ്ങളെ? ഉണ്ടോ? ബീനാസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ ബെസ്റ്റി ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെങ്കിലും വേണ്ടിയില്ല കേട്ടോ. നോട്ട് എഴുതി എടുക്കണേ. വാട്ട് ഈസ് ദ ഡിവൈസ് വി യൂസ്? അപ്പോൾ ഏത് ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മിറർ അല്ലേ, കണ്ണാടിയാണ്. ഓൺ വിച്ച് സർഫസ് അതർ ദാൻ ദ മിറർ ക്യാൻ യു സീ യുവർ ഫേസ്? കണ്ണാടി കൂടാതെ മറ്റേതെല്ലാം പ്രതലങ്ങൾ നിങ്ങൾക്ക് മുഖം കാണാൻ സാധിക്കും? നമ്മൾ പണ്ടുള്ളവർ പറയും, നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് കണ്ണാടി നോക്കണ്ട കാര്യമില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞ സത്യവും ഞങ്ങളെ, പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പേ ഇല്ല. ഇപ്പോൾ അന്നേരം കാണുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെ? നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി നിങ്ങൾക്കൊക്കെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ല ഫ്രണ്ട്സുകൾ ഒക്കെ ഉണ്ടോ എന്നൊന്ന് തിരക്കണേ കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് കാരണം ഓരോ സ്കൂളിൽ ഓരോ വർഷം ഓരോ സ്കൂളിലായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നത് ഇല്ലേ? പണ്ട് അങ്ങനൊന്നും അല്ല. നമ്മളിപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയൊക്കെ ചിലപ്പോൾ ഒരു സ്കൂളിലായിരിക്കും. അപ്പോൾ അതെന്താ, ആ ഒരു 10 വർഷം നമ്മൾ അച്ഛനെയും അമ്മയെക്കാട്ടിലും കൂടുതലും നേരവും ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവരോടൊപ്പം ആയിരിക്കും. എന്ത് രസമായിരുന്നു പറയാം ആ ഒരു കാലമൊക്കെ. അതൊക്കെ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ എടുത്ത് ചോദിച്ചാൽ, അല്ലെ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ ചെറിയൊരു നൊസ്റ്റൊക്കെ അടിക്കും, നൊസ്റ്റാൾജിയ കേട്ടോ. ഞങ്ങളൊക്കെ എങ്ങനെ ആയിരുന്നു, 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയൊക്കെ ഇരുന്ന് അവരെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക അവരെയൊക്കെ റോഡിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡിലോ ഒക്കെ വെച്ച് നിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ എന്തുവാണെന്നറിയത്തില്ല, അന്നേരം നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗാണ്. അതെന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല കൂട്ടുകാർ കേട്ടോ. നല്ല ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും നമുക്ക് നല്ലതാവണമെന്നില്ല അല്ലേ? ഇഷ്ടമല്ലാത്ത അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ലാത്ത കുറേ കൂട്ടുകാരും ഉണ്ട് അല്ലേ? അന്നും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണും. അത് പോട്ടോ ഇവിടെ നമ്മൾ കണ്ണാടിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബോറടി മാറ്റാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്. കണ്ണാടി കൂടാതെ മറ്റെന്തെല്ലാം പ്രതലങ്ങൾ നമുക്ക് മുഖം കാണാൻ സാധിക്കുന്നു? എന്താ നിങ്ങളെ? സ്മൂത്ത് സ്റ്റീൽ പ്ലേറ്റ്, നല്ല പുതിയ പ്ലേറ്റൊക്കെ നമ്മുടെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിലേ നമ്മൾ ആദ്യമേ എടുത്ത് നമ്മുടെ മുഖമൊക്കെ തിരിഞ്ഞും നമ്മൾ നോക്കത്തില്ലേ? മിനുസമുള്ള സ്റ്റീൽ പ്ലേറ്റൊക്കെ. പിന്നെ പ്യുവർ വാട്ടർ, ശുദ്ധമായ വെള്ളത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ നമ്മുടെ മുഖം കാണാമെന്നാണ് പറയുന്നത്. കാണാം കേട്ടോ, കാരണം വെള്ളത്തിന് ഓളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്മൂത്ത് സർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനുസമുള്ള പ്രതലങ്ങൾ. ടൈലൊക്കെ ഇട്ടിട്ട് നമുക്ക് അന്നോ അതിൻ്റെ പിറ്റേന്നോ നല്ല ടൈലൊക്കെ ഇട്ടിട്ട് തുടച്ചൊക്കെ ഇട്ടിടാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഓക്കെ, ഏതെങ്കിലുമൊക്കെ 2-3 പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 പഠിച്ചാൽ മതി. ഓക്കെ, വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദി മിറർ? ഇനി ഈ മിറർ എന്ന് വെച്ചാൽ ദർപ്പണം എന്നാണ് അതിൻ്റെ മലയാളം. ഇനി ആ കണ്ണാടിയുടെ ഉപരിതലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അത് നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. ഞാനത് കണ്ണാടിയുടെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ഇത് ഏത് കണ്ണാടി എന്ത് കണ്ണാടി എന്നൊക്കെ അല്ലേ? ഇവിടെ കണ്ണാടി കൊടുത്തായിരുന്നല്ലോ. ഇതാണ്
ഇതാ കുഞ്ഞുങ്ങളെ, അതാണ്ട് ഈ 3 കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചത് കേട്ടോ. അവിടെ ദർപ്പണത്തിൻ്റെ ഉപരിതലത്തിൻ്റെ പ്രത്യേകത, അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഉണ്ടോ എന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ ദ ഷേപ്പ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് കണ്ടോ, ഈ ചോദ്യം കണ്ടോ, കണ്ണാടി കണ്ടോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദ ഷേപ്പ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദീസ് മിറർ ആർ ഡിഫറൻറ്റ്. എന്താ, അതായത് പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ മിറർ, ഉപരിതലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം വന്നാൽ ഈ ദർപ്പണങ്ങളുടെ ഉപരിതലങ്ങളുടെ ആകൃതി വ്യത്യാസമാണ്. ആ 3 കണ്ണാടിയും കൊടുത്തേക്കുന്നത് 3 രീതിയിലാണ്. ടെസ്റ്റ് നോക്കണേ നിങ്ങളെ. ആ ദർപ്പണങ്ങളുടെ ഉപരിതലങ്ങളുടെ ആകൃതി വ്യത്യസ്തമാണ്. ദ ഷേപ്പ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദീസ് മിറർ ആർ ഡിഫറൻറ്റ്. ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഈ ചാപ്റ്റർ ഫുള്ള് നോട്ട് കൊണ്ടു നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ ഫുൾ മാർക്ക് മേടിക്കാവുന്ന കാര്യം കേട്ടോ. കാരണം ചാപ്റ്റർ ഫുള്ള് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്കൂളിൽ ടീച്ചർ തന്നത് എഴുതണമെന്നോ അല്ലെങ്കിൽ ട്യൂഷൻ്റെ അവിടെ എഴുതണമെന്നോ ഇല്ല. ഇത് എന്നെയാ ടീച്ചർ തന്ന് എഴുതണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പഠിക്കാൻ നിങ്ങൾക്ക് ഏതാണോ എന്താ എളുപ്പമെന്ന് വെച്ചാൽ അത് എഴുതിയാൽ കേട്ടോ. സ്റ്റാൻഡ് ബിഫോർ എ പ്ലെയിൻ മിറർ ആർ റേസ്ഡ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. വിച്ച് ഹാൻഡ് ഓഫ് ദ ഇമേജ് ഈസ് റേസ്ഡ്. ഇനി നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴേ, അതായത് ഒരു സമതല ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടിയോ നിങ്ങൾ ഈ ദർപ്പണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. സമതല ദർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നും നമ്മൾ ഇടത് കൈ ഉയർത്തി നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി അലമാര ഉണ്ടാവും ഞങ്ങളെ, കണ്ണാടിയുടെ അലമാര. അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടേ നിങ്ങൾ ആ ഇടത്തെ കൈ ഒന്ന് ഉയർത്തി നോക്കൂ. പ്രതിബിംബത്തിൻ്റെ ഏത് കൈയാണ് ഉയരുന്നത്? നേരെ തിരിച്ചായിരിക്കും അല്ലേ. എന്താ, നമ്മൾ ഇടത് കൈ പൊക്കുന്നെങ്കിൽ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എന്താ നിങ്ങളെ, നമ്മൾ ഇടത് കൈ പൊക്കുന്നെങ്കിൽ നമുക്ക് എന്താ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ വലത് കൈ ആയിരിക്കും ഇല്ലേ. അതിന് ഞാൻ കൂടുതലൊന്നും എഴുതിയിട്ടില്ല. നോക്കൂ, വാട്ട് ഈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അടുത്ത്. വാട്ട് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ. എന്താ നിങ്ങളെ, എന്താണ് പാർശ്വിക വിപര്യം? മലയാളം പാർശ്വിക വിപര്യം എന്നാൽ എന്ത്? ലാറ്ററൽ ഇൻവേർഷൻ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ചാപ്റ്ററിൽ ആരോട് ചോദിച്ചാലും പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്ററൽ ഇൻവേർഷൻ. ഇൻ എ പ്ലെയിൻ മിറർ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അപ്പിയർ ആസ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഇമേജ് ആൻഡ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പിയർ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇമേജ്. പഠിക്കാൻ എളുപ്പമല്ലേ? എന്താ നിങ്ങളെ, ഇൻ ദ പ്ലെയിൻ മിററിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അപ്പിയർ അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഇമേജ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പിയർ ആസ് ദ ലെഫ്റ്റ് സൈഡ് ഓൺ ദ ഇമേജ്. ഈ ഫിനോമിൻ ഈസ് കാൾഡ് ലാറ്ററൽ ഇൻവേർഷൻ. എന്താ നിങ്ങളെ, നമ്മളൊരു ദർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ കണ്ണാടിയുടെ വലത് ഭാഗത്ത് പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗമായും, ഇത് മലയാളം പറയുമ്പോൾ ഒന്നും ഇതാവും അല്ലേ. എന്താ, സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലത് ഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗമായും വസ്തുവിൻ്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗമായും കാണുന്നു. അതായത് നേരെ തലതിരിച്ച് കാണുന്നു. അതിനാണ് ഇവരിങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. എന്താ നിങ്ങളെ, നമ്മളിപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വലത്തെ കൈ പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ പൊക്കുമ്പോൾ എന്താണ്, കണ്ണാടിയിൽ കൂടി ഇടത് കൈയാണ് പൊക്കി നിൽക്കുന്നത്. അത് ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയത് നോക്കിയേ. നമ്മൾ സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലത് ഭാഗം, വസ്തു എന്ന് ഉദ്ദേശിച്ച് ഇപ്പം നമ്മൾ ആരോ ആയിക്കോട്ടെ, വസ്തു എന്ന് ഉദ്ദേശിച്ച് നമ്മളായിക്കോട്ടെ, അതിൻ്റെ വലത് ഭാഗം ഈ കണ്ണാടിയുടെ ഇടത് ഭാഗമായും, പ്രതിബിംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ മുന്നിലുള്ള അല്ലേ, അതിൻ്റെ ഇടത് ഭാഗമായും വസ്തുവിൻ്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗം, നേരെ തല തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. കാണും, ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ ആണോ നിങ്ങളെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാനത് അങ്ങനെ പറഞ്ഞെങ്കിലും അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ വാഹനങ്ങളുടെ ഒക്കെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഒരെണ്ണം മാത്രം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ അതെന്താ, അതായത് ടെസ്റ്റിൽ ഈ പ്രതിബിംബത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. വാക്കുകൾ തിരിച്ച് നമ്മൾ വായിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, കാണുന്നില്ലല്ലോ, തലതിരിഞ്ഞ വാക്കുകളൊക്കെ എവിടെ ആയിരുന്നു പുലികളെ, ഇതിനകത്തിലും കണ്ടല്ലോ. എൻ്റെ അത് കുറേ ഞാൻ കണ്ടേ നിങ്ങൾ, അത് വായിച്ചപ്പോൾ ഞാൻ കണ്ടതാണ്. ഇപ്പം നമുക്ക് ആംബുലൻസ് ഒന്ന് എടുക്കാം. നമ്മുടെ ആംബുലൻസ് എന്നുള്ള വണ്ടിയിലെ അവിടെ ബേസിക് സയൻസ് എന്ന വാക്ക് നിങ്ങൾ എഴുതുക. ബേസിക് സയൻസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടേ കണ്ണാടിയിൽ കൂടി ഒന്ന് നോക്കണേ അതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ക്ലൂകൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ പേരെഴുതിയിട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പം ഇത് കാണുന്നവരുടെയൊക്കെ പേരെഴുതിയിട്ടേ ആ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് നിങ്ങൾ പറയാൻ. അപ്പം നിങ്ങളുടെ പേര് തിരിച്ച് ആ കണ്ണാടിയിലൂടെ കാണുന്നതേ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുമോ നിങ്ങളെ. ആരൊക്കെയാ ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര്
കണ്ണാടിയിൽ കൂടി കാണുന്നത് എങ്ങനെയാണെന്നേ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ പറഞ്ഞത് ആംബുലൻസിന് ഒരാളുടെ ഇടത് കവിളിലെ മറുകെ പ്രതിബിംബത്തിൽ കാണുന്നത് ഏത് വശത്തായിരിക്കും? ഇടത് വലത്തെ മറുകാണെങ്കിൽ അത് കണ്ണാടിയിൽ കൂടെ കാണുമ്പോൾ വലതുവശമായിരിക്കും. അതിനെക്കുറിച്ച് കുറേ പറയുന്നുണ്ടോ നിങ്ങൾ? അത് ഞാൻ വാരി വലിച്ച് എഴുതിയില്ല, കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഏത് പിള്ളേർക്കും അറിയാവുന്ന കാര്യമാണ്, കണ്ണാടിയുടെ കാണുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം ഞാൻ എടുത്തതാണ് ആംബുലൻസ് എന്നുള്ളത് അല്ലേ. നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ടെസ്റ്റിൽ പക്ഷേ ആംബുലൻസ് ഒന്നായിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ. ആംബുലൻസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തല തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്? എന്താ സിലാലുംബയോ എങ്ങാണ്ട് ഞാൻ നേരത്തെ പറയാം. ഇസിനാലുംബ അല്ലേ, അങ്ങനെ കണ്ട തല തിരിച്ചല്ലേ. പോട്ടെ. വെൻ എ വെഹിക്കിൾ ഈസ് ബീൻ ബിഹൈൻഡ് ഈസ് സീൻ ഇൻ ദ റിയർ വ്യൂ മിറർ ഇറ്റ് ക്യാൻ ബി റീഡ് കറക്റ്റ്ലി ആസ് ആംബുലൻസ്. ദിസ് ഈസ് ഡ്യൂ ടു ലാറ്ററൽ ഇൻവേർഷൻ. എന്താവും ഞങ്ങളെ, നമ്മുടെ മുന്നിലുള്ള വാഹനത്തിലെ റിയർ വ്യൂ, നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ടു വീലറോ കാറോ എന്തോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ റിയർ വ്യൂ, നമ്മുടെ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തുള്ള കണ്ണാടിയില്ലേ കുഞ്ഞുങ്ങളെ, അതെ റിയർ വ്യൂ മീറ്ററിലൂടെ നോക്കുമ്പോൾ, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഓടിക്കുന്നതിൻ്റെ വലതുവശത്തൊരു കണ്ണാടി ഇരിപ്പുണ്ട് അല്ലേ. വണ്ടി ഉള്ളവർക്ക് അറിയായിരിക്കും. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു കണ്ണാടി, കാരണം നമ്മുടെ ബാക്കിൽ കൂടെ വണ്ടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ആ റിയർ വ്യൂ മീറ്ററിലൂടെ നോക്കുമ്പോൾ അവിടെ എന്താണ്, ലാറ്ററൽ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. എന്താ, പാർശ്വ വിപര്യം വഴി നമ്മൾ ആംബുലൻസ് എന്ന് എളുപ്പത്തിൽ വായിക്കാൻ നമുക്ക് കഴിയുമെന്ന്. നേരെ തലതിരിച്ച് എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അതിനാൽ നമ്മൾ പെട്ടെന്ന് എന്താ, നമ്മൾ സൈഡ് ഒഴിച്ചുകൊണ്ട് പോകും, വാഹനത്തെ കടത്തിവിടാൻ അത് സാധിക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ തന്നെ അവർ മ്യൂസിക് ഇട്ടുകൊണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി മാറ്റി. ഇനി അഥവാ അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലോ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആ വണ്ടിയെ കയറ്റി വിടാൻ നോക്കൂല്ലോ ഞങ്ങളെ, അങ്ങനല്ലേ. അപ്പോൾ ആംബുലൻസ് എന്നുള്ളത് എപ്പോഴും എന്താണ്, വണ്ടിയെ തല തിരിച്ച് എഴുതുന്നത് എന്തുകൊണ്ടാണ്, എന്താ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ റിയർ വ്യൂ ഇമേജിലൂടെ അത് കാണുമ്പോൾ വണ്ടിയെ ഒതുക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ എഴുതുന്നത്. ഓക്കെ ആണല്ലോ, എഴുതിയെടുക്കണേ ആംബുലൻസ് കേട്ടോ. ഞാനെല്ലാം ഇങ്ങനെ കുറച്ച് സമയം തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് എഴുതിയെടുക്കണം, പോസ്റ്റ് ചെയ്തിട്ടിട്ട് എഴുതിയെടുക്കണേ. കാരണം ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളിനി വേറെ തപ്പി പോകണ്ട. നോക്കിക്കേ, പ്രതിബിംബത്തിൻ്റെ അകലം, ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, ബിംബത്തിൻ്റെ അകലം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഇൻ പ്ലെയിൻ മിറർ? ഒരു സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? എന്താ നിങ്ങളെ, ഒരു സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. ഇത് 5 മാർക്കിൻ്റെ ചോദ്യം അല്ലെ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 മാർക്കിൻ്റെയും ചോദ്യമായിട്ട് ചോദിക്കാം. എന്താ, ഒരു ഇമേജ് പ്ലെയിൻ മിററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വെച്ചാൽ എന്താ, മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടോ? ഇംഗ്ലീഷ് വായിക്കുന്നവർ പെട്ടെന്ന് മലയാളം താഴത്തെ വായിക്കാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അതൊന്നും മനസ്സിലായില്ല, ഇംഗ്ലീഷ് തന്നെ പഠിക്കണേ. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. In a plane mirror, the distance between the object and the mirror is equal to the distance between the image and the mirror. നമ്മൾ ഈ കണ്ണാടിയിൽ വസ്തുവിൽ നിന്നും ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കുമെന്ന്. നിങ്ങളെ, സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്നും ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്നും, ഈ ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടിയാന്നേ, പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എപ്പോഴും തുല്യമായിരിക്കുമെന്ന്. പിന്നോ, ഇൻ എ പ്ലെയിൻ മിറർ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഇമേജ് എന്ന് വെച്ചാൽ എന്താ, സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും എപ്പോഴും തുല്യമായിരിക്കും. നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഡിസ്റ്റൻസിൻ്റെ കാര്യമാവും. ഞങ്ങൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂരമില്ല, അതിനെക്കുറിച്ചാണ്. എന്താണ്, ഇൻ എ പ്ലെയിൻ മിററിൽ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഇമേജ്. വായിക്കാൻ 3 എണ്ണം പറ്റുന്നുണ്ടോ നിങ്ങളെ? വായിച്ചു തരണോ ഒന്നുകൂടെ? അഥവാ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കടിക്കണേ. Find examples of situation in which multiple reflection is made use. നിത്യജീവിതത്തിൽ ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം? അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഈസ് മെയ്ഡ്. നമ്മൾ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ എന്താ, അവിടെ നോക്കുമ്പോഴും ഇവിടെ നോക്കുമ്പോഴും ഒക്കെ ഒരുപോലെ സംഭവിക്കുന്നത്. എന്താന്ന് എവിടെയൊക്കെയാണെന്ന് നോക്കിയോ നിങ്ങളെ. ബാർബർ ഷോപ്പിൽ ചെയ്യുമ്പോൾ എന്താ, അവർ 4 വശം ഈ കണ്ണാടി വെച്ചേക്കുന്നുണ്ട് അല്ലേ. ബാർബർ ഷോപ്പ്, അതുപോലെ തന്നെ ജ്വല്ലറികൾ, ഷോപ്പിംഗ് മാളുകൾ, കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് കേട്ടോ. ഇതിനെ ഈ കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും നല്ലപോലെ അറിയണം കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റ് ഓൾറെഡി കിടപ്പുണ്ട്, നോക്കണേ നിങ്ങളെ. അത് എന്താണ്, ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷൻ ഇൻ വിച്ച് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ്. നിത്യജീവിതത്തിൽ നമ്മൾ ഈ ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തുന്നത് എന്താ, റിഫ്ലക്ഷൻ. ആ വാക്ക് റിഫ്ലക്ഷൻ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ബാർബർ ഷോപ്പ്, ജ്വല്ലറി, ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ, എഴുതിയെടുക്കണേ. തീരാറായി കേട്ടോ, ബോറടിക്കുന്നുണ്ടോ നിങ്ങളെ? കാരണം ഈ ചാപ്റ്റർ ഫുള്ള് വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ.
ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പാർട്ടായിട്ടൊക്കെ കണ്ടാൽ മതി കേട്ടോ. ക്യാൻ യു സജസ്റ്റ് സിറ്റുവേഷൻസ് വേർ പെരിസ്കോപ്പ് ക്യാൻ ബി മേഡ് യൂസ്? ഇത് ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ. എന്താ നമ്മൾ ഈ പെരിസ്കോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലയോ, ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പെരിസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? പെരിസ്കോപ്പ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ സബ്മറൈൻസ് ഇൻ ദ നേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേവിക്കാരുണ്ടല്ലോ, നമ്മുടെ ആഴക്കടലിലൊക്കെ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിനാണ് പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾ? ഈ പെരിസ്കോപ്പിൻ്റെ ഉപയോഗം എന്തിനാണ് ഇവരിത് ഉപയോഗിക്കുന്നതെന്ന്? എന്താ ആഴക്കടലിലൊക്കെ പോകത്തില്ലേ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകൾ, അവരുടെ നാവികന്മാരുണ്ട് അല്ലേ, അവർക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നു. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ സോൾജിയേഴ്സ് ഫോർ ഒബ്സർവിങ് എനിമീസ് ഫ്രം എന്താ അതിൻ്റെ പേര് ട്രെഞ്ച് എന്ന് കേട്ടോ. ട്രെഞ്ചീസ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് എന്ന് വെച്ചാൽ യുദ്ധമുഖത്തെ ട്രെഞ്ചിനുള്ളിലേക്ക് ഈ ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാരുണ്ട് അല്ലേ, അവർ ഈ പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നു. യുദ്ധങ്ങളില്ലയോ ഞങ്ങളെ, 2 രാജ്യങ്ങൾ തങ്ങളിലൊക്കെ യുദ്ധം വരുമ്പോൾ അപ്പുറത്തേതും ഇപ്പുറത്തതുമായിട്ട് അവരെങ്ങനെയാണത് നോക്കി മനസ്സിലാക്കുന്നത്? പെരിസ്കോപ്പ് വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് 2. പെരിസ്കോപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 2 എഴുതി വെക്കണം കേട്ടോ. ഹൗ ഡസ് ദ ഇൻറ്റൻസ് ലൈറ്റ് അഫക്റ്റ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ആനിമൽസ്? ഇത് ഇമ്പോർട്ടൻ്റ് ആവശ്യമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനുകൾ മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഈ ഇൻറ്റൻസ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്തോ നിങ്ങളെ, തീവ്രമായ പ്രകാശം, ഭയങ്കര പ്രകാശം. ചില വണ്ടികളുടെയൊക്കെ ഹെഡ്ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര ലൈറ്റ് ആയിരിക്കില്ല. ഇൻറ്റൻസ് ലൈറ്റ് ഓഫൺ കോസസ് ബ്ലൈൻഡ്നെസ്. തീവ്രമായ പ്രകാശം അന്ധതയ്ക്ക് കാരണമാകുന്നു. ഭയങ്കര ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഇട്ട് വണ്ടി പോകുന്നു, ഇല്ല ഡിമ്മടിക്കാതൊക്കെ പോകുമ്പോൾ നമ്മൾ പറയത്തില്ലയോ, എതിരെ വരുമ്പം പറയത്തില്ലയോ പറഞ്ഞത്. രാത്രിയിൽ അമിതമായ പ്രകാശം മനുഷ്യർക്കും മൃഗങ്ങൾക്കും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു എന്നാണ് ചോദ്യം കേട്ടോ നിങ്ങളെ. ഹൗ ഡസ് ദ ഇൻറ്റൻസ് ലൈറ്റ് അഫക്റ്റ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്? രാത്രിയിൽ അമിതമായ പ്രകാശം മനുഷ്യർക്കും മൃഗങ്ങൾക്കും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു? ഇൻറ്റൻസ് ലൈറ്റ് ഓഫൺ കോസ് ബ്ലൈൻഡ്നെസ്. തീവ്രമായ ഈ പ്രകാശം അന്ധതയ്ക്ക് കാരണമാകുന്നു, കണ്ണിന് കാഴ്ചയ്ക്ക് ബാധകമാകുന്നു. പിന്നെ ഇൻറ്റൻസ് ലൈറ്റ് അറ്റ് നൈറ്റ് ഈസ് ഹാംഫുൾ ടു ആനിമൽസ് ആൻഡ് ബേർഡ്സ് ദാറ്റ് പ്രേ അറ്റ് നൈറ്റ്. ഇരുട്ടിൽ ഇരതേടുന്ന ജീവികൾക്ക്, പ്രേന്ന് വെച്ചാൽ ഇരതേടുന്ന ജീവികൾക്ക് അമിതമായ പ്രകാശം ദോഷകരമായിരുന്നു. രാത്രിയിൽ ആഹാരത്തിനായിട്ട് ഇറങ്ങുന്ന പക്ഷികൾക്കും ആനിമൽസിനുമൊക്കെ ഈ പ്രകാശം എന്ത് ചെയ്തു, ദോഷകരമാകുന്നു എന്ന്. ഇംഗ്ലീഷ് മലയാളം എഴുതിയെടുക്കണേ നിങ്ങളെ. മലയാളംകാരെ മലയാളം, ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷും. ലാസ്റ്റ് പേപ്പറാണ്, പേടിക്കേണ്ട. ലാസ്റ്റ് പേപ്പർ ഇൻറ്റൻസ് ലൈറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് വെഹിക്കിൾ കോസസ് ഇൻകൺവീനിയൻസ് ഇൻ ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ തീവ്രമായ പ്രകാശം ഡ്രൈവിങ്ങിന് വരെ, ഞാൻ പറഞ്ഞില്ലേ ഡിമ്മ് അടിക്കുന്നതിനെ കുറിച്ച്, ഡ്രൈവിങ്ങിന് വരെ ദോഷമാണ്. ചിലവരിങ്ങനെ എന്താ ഡിമ്മ് അടിക്കാതെ വരുന്ന കണ്ടിട്ടുണ്ടോ? ബ്രൈറ്റിലിട്ടുണ്ടായിരിക്കും എപ്പോഴും വരുന്നത് അല്ലേ. എതിരെ വരുന്ന വാഹനങ്ങളുടെ തീവ്രമായ പ്രകാശം ഡ്രൈവിങ്ങിന് ദോഷമാണ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ, നമ്മളെ ഈ വെൽഡർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെൽഡേഴ്സ് വിയർ സേഫ്റ്റി ഗ്ലാസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രാൻസ്ലൂസൻറ്റ് സബ്സ്റ്റൻസ് വാട്ട് മേ ബി ദ റീസൺ? അവരൊക്കെ എന്തിനാണ്? ഈ വെൽഡിംഗ് തൊഴിലാളികൾ അർത്ഥധാര്യമായ ട്രാൻസ്ലൂസൻ്റ് ആണ് കേട്ടോ, അർത്ഥധാര്യമായ ഗ്ലാസുകൾ അവർ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? വെൽഡിങ്ങുകാരില്ലയോ നിങ്ങളെ, വെൽഡിങ് നിങ്ങൾ വീടിനൊക്കെ പണിയാൻ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടോ? അവരെ കണ്ണിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് അവരൊരു ഗ്ലാസ് വെക്കുന്നതെന്ന്? എന്തുകൊണ്ടായിരിക്കും? ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വിൽ ട്രാൻസ്മിറ്റ് ഹൈ ഇൻറ്റൻസ് ലൈറ്റ് ഓഫ് വെൽഡിങ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ദ ഐസ്, സോ ദേ യൂസ് സേഫ്റ്റി ഗ്ലാസ് മെയ്ഡ് ഓഫ് ട്രാൻസ്ലൂസൻറ്റ് സബ്ജക്റ്റ്. അർത്ഥധാര്യമായ ഗ്ലാസ് പ്രകാശത്തെ നന്നായി കുറയ്ക്കുന്നു, ഇത് കണ്ണിന് ദോഷകരമാകുന്നില്ല, അതുകൊണ്ട് പ്രകാശ തീവ്രത കുറയ്ക്കാൻ അവർ ഇത്തരം ഗ്ലാസുകൾ ഉപകരിക്കുന്നു. ഇംഗ്ലീഷ് അത് നോക്കണേ നിങ്ങളെ, അവരെന്തിനാണ് ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇതിനകത്തുനിന്ന് ഈ ബിൽഡിങ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റാണ് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്നത് അല്ലേ, അത് കണ്ണിന് ഡേഞ്ചറസ് ആണ്, അതുകൊണ്ടാണ് അവർ സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഇനി മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാൻ പറ്റുന്ന നിങ്ങളെ, അത് ഞാൻ നേരെ അങ്ങ് എഴുതിയേക്കുക, നിങ്ങളത് പഠിക്കണം കേട്ടോ. എന്താ പ്ലെയിൻ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചാൽ ലാറ്ററൽ ഇൻവേർഷൻ ആണ്. കാലിഡോസ്കോപ്പ് എന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. സ്മൂത്ത് സ്റ്റീൽ പ്ലേറ്റ് എന്ന് വെച്ചാൽ അതൊരു റെഗുലർ റിഫ്ലക്ഷൻ ആണ്. പ്ലൈവുഡ് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്, അതങ്ങ് എഴുതിയെടുക്കണേ കേട്ടോ. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കമൻറ്റാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ട് ആ കമൻറ്റാണ് ഞാൻ നോക്കേണ്ടത്. ഈ ചാപ്റ്റർ ഫുൾ നോട്ടും ഏകദേശം ഒരു 90% നോട്ടുകളും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ചിലവർ പറയുന്നുണ്ട് ടെസ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ. എൻ്റെ കുഞ്ഞുങ്ങളെ ടെസ്റ്റ് കൂടെ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിങ്കിലൊന്നും തീരത്തില്ല. ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കണം. ഇതാകുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ ഏകദേശം ഇത് ടെസ്റ്റ് വായിച്ചതിന് തുല്യമായിട്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുക
എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. പരീക്ഷ വരുന്നുണ്ടോ നിങ്ങളെ? എന്താ അടുത്ത മാസം 3-ാം തീയതി മുതൽ നമ്മുടെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, കമൻ്റൊക്കെ വരട്ടെ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ജോലിയാണ്. ഓക്കെ, താങ്ക് യു.